ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ്. അപ്പോൾ ഞാനിവിടെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. 4 തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്. തക്കാളി എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവണ ഒന്നാണ്. അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 തക്കാളി കഴുകിയത് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം. ഇതിപ്പോൾ ഞാൻ ചോപ്പറിലിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. നല്ല പോലെ പഴുത്ത തക്കാളി ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ ജസ്റ്റ് കൈ കൊണ്ട് ഉടച്ചു കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന കാരണം അതെങ്ങനെ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ഉടച്ച് കാണിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി കൈ കൊണ്ട് ഉടയ്ക്കണത് ഇഷ്ടമല്ല, അതുപോലെ തന്നെ ചോപ്പറും ഇല്ലെങ്കിൽ നമ്മൾ സാധാ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നൈസായിട്ട് തക്കാളിനെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആദ്യം തക്കാളിനെ അരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ചോപ്പറിൽ വെച്ചിട്ടാണ് ഇത് ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് തക്കാളിനെ 2ആയിട്ട് മുറിച്ചെടുക്കാം. ഈ തക്കാളി മുറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പോർഷൻ നമ്മൾ ഇതുപോലെ ഇച്ചിരി ഇറക്കത്തിൽ ഇങ്ങനെ ചെത്തിക്കളയണം കേട്ടോ. അതിനുശേഷം വീണ്ടും 2ആയിട്ട് മുറിക്കുക. എന്നിട്ട് നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പറിൽ അരിഞ്ഞിടുക. ഇതിപ്പോൾ ഞാൻ ചോപ്പറിലായ കാരണമാണ് ഇങ്ങനെ വലുതാക്കിയിട്ട് ഇടുന്നത്. ചോപ്പറിലില്ല, ജസ്റ്റ് ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് ചോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് തക്കാളി കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തക്കാളി നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് പകർത്താണ് കേട്ടോ. അപ്പോൾ ഇതേ തക്കാളി ചോപ്പ് ചെയ്തത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുനാരങ്ങ നീരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങയാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചെറുനാരങ്ങയുടെ ഫ്ലേവർ കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചെറുനാരങ്ങ 2ആക്കിയിട്ട് മുറിച്ചെടുത്ത് അതിലത്തെ കുരു ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണമായിട്ട് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര അളവെന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ മധുരത്തിൻ്റെ അളവനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ഇട്ടു എന്ന് മാത്രം. എന്നിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കണ്ടിന്യൂസ്ലി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഒന്ന് നല്ലപോലെ അലിഞ്ഞ് ആ തക്കാളിക്കായിട്ട് ഒന്ന് യോജിച്ച് വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 മിനിറ്റ് നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചസാര അല്ലാതെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് നല്ല തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തണുത്ത വെള്ളം വേണ്ട എന്നുണ്ടെങ്കിൽ സാധാ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് അപ്പോൾ ചെറുനാരങ്ങ നീരിൻ്റെ കുറവോ അതുപോലെ തന്നെ പഞ്ചസാരയുടെ കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി ചെറുനാരങ്ങയുടെ ഫ്ലേവർ കുറവ് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേനൽക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ വരെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.